ഡിംപിൾ എന്താ സംഭവം വെച്ചാൽ ഫസ്റ്റ് ഓഫ് ഓൾ എന്താ പറയുന്നത് പ്രീ പ്ലാൻഡ് ആയിട്ട് ചെയ്ത ഒരു സ്റ്റോറിയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ജൂലിയറ്റിന്റെ കഥ മനസ്സിലായോ? എനിക്ക് പരിചയമുണ്ട്. 4 വർഷം ഡിംപിളിന്റെ കയ്യിൽ ടാറ്റു ഇല്ല. ഓക്കെ, ഡിംപിൾ ഇതിൻ്റെ അകത്ത് കയറുന്നതിന് മുമ്പ് ജനുവരി 19-നാണ് ടാറ്റു ഇടുന്നത്. അവള് പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അല്ലല്ല, ഇൻസ്റ്റഗ്രാമിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. മൈ ഫസ്റ്റ് ടാറ്റു എന്ന് പറഞ്ഞിട്ട് അതിന് ടാഗ് ചെയ്ത ടാറ്റു സ്റ്റുഡിയോന്റെ ടാഗ് ചെയ്തു. ഞാൻ അത് ക്ലിക്ക് ചെയ്തിട്ട് അത് നോക്കിയപ്പോഴത്തേക്കാണ് അത് ഫസ്റ്റ്. ഓക്കെ, ഫസ്റ്റ് ടാറ്റുവിന്റെ സംഭവം. സെക്കൻഡ് തിങ് എന്ന് പറയുന്നത് എന്താന്ന് വെച്ചാൽ ഇവിടെ ഇതുപോലെ ആ കഥ പറഞ്ഞല്ലോ, 7ാം ക്ലാസ്സിൽ ഉണ്ടായിരുന്ന ഒരു കൂട്ടുകാരി, അത് വെറും 7 മാസം പരിചയമുള്ള ആള്. ഓക്കെ, എന്നിട്ട് പറഞ്ഞു ഇവിടെ യൂണിഫോമിന്റെ കാര്യം പറഞ്ഞു. ഹോസ്പിറ്റലായിരുന്ന സമയത്ത് ആ കുട്ടിയോട് പോയി സർജറി ചെയ്തു. അപ്പൊ ഹോസ്പിറ്റലുകാർ എന്താ ചെയ്യേണ്ടത്? ആ തുണി മാറ്റുക, അല്ലെങ്കിൽ അവര് കട്ട് ചെയ്തോടെ ഒരു സിക്കായിട്ടുള്ള ഒരാളുടെ. ഓക്കെ, അതാണ് ചെയ്യുന്നത്. എന്നിട്ട് ആ യൂണിഫോം അവള് 20 വർഷം മുന്നേ ഇവർ വീട്ടിൽ പോയി. എപ്പോഴാണെന്നറിയോ? ഡിസംബർ 27. എനിക്ക് ബിഗ് ബോസിന് കാണുന്ന ഡിസംബർ 3rd വീക്ക്. അപ്പൊ ഏകദേശം എല്ലാവർക്കും ആ ഒരു ടൈം ആയിരിക്കും. ഡിസംബറിലാണ് മെയിനായിട്ട് ഈ കോൾ വരുന്നത്, കൺഫർമേഷൻ കിട്ടുന്നത് ബിഗ് ബോസിനുണ്ട്. ഒരു പ്രീ പ്ലാൻ ആയിട്ട് 20 വർഷം കഴിഞ്ഞിട്ട് ഇവരെ പോയി കാണുന്നു. കണ്ടിട്ട് ആ യൂണിഫോം ഇട്ട് പിക്ചർ എടുക്കുന്നു. ആ യൂണിഫോം നോക്കിയപ്പോൾ 7 വയസ്സുള്ള ഒരു കൊച്ചിന്റെ എന്തൊക്കെ പറയാം, നമുക്ക് ഹൈറ്റ് ഉണ്ട്. ഓക്കെ, ആ യൂണിഫോമിന്റെ സത്യമായി ഇത്ര വരാവുള്ളൂ, യൂണിഫോമിന്റെ സ്കേർട്ട് ഇത്ര വരാവുള്ളൂ. ആ ഫോട്ടോ ഉണ്ടായിരുന്നു. അത് ഇവിടെ കഥ വന്നപ്പോ ആ ഫോട്ടോ വയറില്ല. ഫസ്റ്റ് ഇത് ജനുവരി ഇവിടെ ഒരു ദൃശ്യം കളിക്കും. മനസ്സിലായി? പ്രീ പ്ലാൻഡ് ആയിട്ട് ഒരു തെളിവ്. കാരണം ഇപ്പൊ ചേട്ടൻ നാളെ പറയുക ചേട്ടൻ ബെസ്റ്റ് ആക്ടർ അവാർഡ് കിട്ടിയെന്ന് പറയുക. അപ്പൊ ചേട്ടന് വേറെ ഫാൻസ് ഉണ്ടായിരിക്കും, ശത്രുക്കൾ ഉണ്ടായിരിക്കും. ശത്രുക്കൾ അത് സത്യമാണോ അല്ലയോ അറിയാൻ വേണ്ടിട്ട് എടുത്ത് നോക്കത്തില്ലേ? അപ്പൊ അതില്ലെങ്കിൽ ചേട്ടൻ കള്ളനാകത്തില്ലേ? അങ്ങനെ ആവാതിരിക്കാൻ വേണ്ടി പ്രീ പ്ലാൻ ചെയ്ത് ഇങ്ങോട്ട് വരുന്നതിന്റെ മുമ്പേ ഒരു തെളിവുണ്ടാക്കി ഒന്നാലോചിച്ചു. ഒരു കൊച്ചിനെ കുറിച്ചാണ് പറയുന്നത്, ഒരു മരിച്ച ആളെ കുറിച്ചാണ് പറയുന്നത്. മരിച്ച ആളുടെ അടുത്ത് അവിടെ പറയും 20 വർഷമായിട്ട് ഞാൻ ഈ കഥ ആരുടെ അടുത്തും പറഞ്ഞിട്ടില്ല. എന്നിട്ട് ഇവിടെ വന്നിട്ട് എന്തോ പറഞ്ഞേ, ബിഗ് ബോസ് വേദി വന്നിട്ട് ഇത്രയും ജനങ്ങളുടെ അടുത്ത് പറയുക ഒരു കുട്ടി മരിക്കാൻ കിടന്നിട്ട് സുസു വെച്ചത്. എന്തൊരു അഭിമാനം! ഇത് ഇവിടൊക്കെയാണ് ഫ്രണ്ട്. എന്റെ ഒരു ഫ്രണ്ട് അങ്ങനെ ഞാൻ പറയത്തില്ല. ഒരു മരണക്കിടക്കൽ അങ്ങനെ ചെയ്തത് ഞാൻ പറയത്തില്ല. അങ്ങനെ ചെയ്താലും ഡിംപിള് അവിടെ അന്ന് ഒരു 2-3 years ബാക്ക് മുമ്പ് അടിച്ചൊരു ഡയലോഗാണ്, ഞാൻ എന്റെ ക്യാൻസറിന്റെ കാര്യം ആരോടത്തും പറയത്തില്ല, കാരണം എനിക്ക് സിമ്പത്തി വേണ്ട. ഓക്കെ, ഞാൻ എന്നാണ് അത് പറയുന്നത്, എന്നാണ് എന്റെ കണ്ണിന് ഒരു തുള്ളി വെള്ളം വരുന്നത്, അന്ന് ഞാൻ മരിച്ചു. അങ്ങനെ പറഞ്ഞ ഒരുത്തിയാണ് ഇവിടെ ഇരുന്ന് കൊള്ളക്കരച്ചിലോടെ കൊള്ളക്കരച്ചിൽ.